നേരത്തെ എവിടെയായിരുന്നു? ആരുമായിട്ട് ചോദിക്കാനുള്ള രണ്ടു മൂന്നെണ്ണം ചോദിക്കാം. ഒന്ന് മാറിക്കൊടു. ചോദ്യമില്ലേ? മാധ്യമങ്ങളിലൊക്കെ ഉള്ളത് മുകേഷ് ഇവിടെ ഉണ്ട്. ഇപ്പോഴാണ് ഉള്ളത്. മൂന്നാം ദിവസം സമ്മേളനം. 2 ദിവസം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ്. അവിടെ പോയിട്ട് തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കൊല്ലത്ത് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ല, നമ്മളില്ലാതെ കൊല്ലം ഇല്ല, അത്രേ ഉള്ളു. അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ നിന്ന് ഒരാളെന്നെ സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു എന്താണ് ലണ്ടനിൽ പോയത്? ജോലി. ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത്, ഇന്ന് വരും, അത്രേ ഉള്ളൂ. ജോലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം, അതുകൊണ്ടല്ലേ ജീവിതമാർഗമല്ലേ. CPM വേദികളിലൊക്കെ മുകേഷ് MLA മാറി നിൽക്കാനുള്ള ഉദ്ദേശമുണ്ട്, പാർട്ടി നൽകിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ്, മെമ്പർമാരാണ്. ഞാൻ മെമ്പർ അല്ല. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓമാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടെ നമ്മളെന്തോ ചെയ്യാൻ? പിന്നെ ഇനി ഒരുപാട് ഉണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂരിലാണ്. ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം. ആ സമയത്ത് വേളം ഉണ്ടാക്കരുത്. താങ്ക് യു വെരി മച്ച്. 30 കൊല്ലത്തിന് ശേഷമാണ് സമ്മേളനം കൊല്ലത്ത് വരുന്നത്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ വിശ്വാസി എന്ന നിലയിൽ എന്താണ് ഫീലിങ്സ്? അത് കൊല്ലം ഇളക്കി മറിക്കുക, അതെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ? തീർന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ തന്നെ തീർന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം. ഇനി ആര് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടുറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ്. അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട്. ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ല. നന്ദി. പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? പിന്നെ എവിടെ കാണും?